ഇന്നത്തെ നമ്മുടെ പരിപാടി ക്ലേ വെച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളെല്ലാം എടുത്തേക്കാം. ഉണ്ടാക്കുന്ന സാധനം ഒരു ഇൻസ്പോ വെച്ചിട്ടുള്ളതാണെങ്കിലും തെറ്റിപ്പോരുതെന്നുള്ളതുകൊണ്ട് ഒരു പേപ്പറിൽ അതിനെപ്പറ്റി വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അൺബോക്സ് ചെയ്ത ജെന്ന ക്ലേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ക്ലേ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതെന്ന് പറയില്ല, കാരണം ഇതിനെ കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് വലിയ സാധനം ഇതാണ്. കറക്റ്റ് എത്ര അളവ് ക്ലേ വേണമെന്നോ എത്ര അളവ് ആവശ്യം വരുമെന്നോ അങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു നിശ്ചയവും ഇല്ല. എന്നാലും നമുക്കൊരു ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ. പിന്നെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ ക്ലേ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് മാത്രമല്ല വേറെയും കുറച്ച് കൊണ്ട് ഇത് അതിഥിയാണ് ഉണ്ടാക്കുന്നത്. പരത്തുന്ന സാധനത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന കുറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ ടാൽക്കം പൗഡർ ഇല്ല, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇട്ടാൽ മതി എന്ന് കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സിൽ ആരോ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളിവിടെ പൗഡർ എടുക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ കുറേ തവണ ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ പൗഡർ ഇടുമ്പോൾ കുറച്ചുകൂടെ ടെക്സ്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന പോലെ തോന്നുന്നത്. അതായത് ഓയിലും വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ കുറച്ചുകൂടെ ലൂസായി പോകുന്ന പോലെ തോന്നും. ഇന്നലെ വിട്ട വീഡിയോയിൽ രണ്ടുപേര് പേര് പറയാൻ മറന്നു, ഒരു ഹൈസ ആൻഡ് മലാല. അപ്പൊ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി വീഡിയോയിലോട്ട് വരാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബെഡാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിന് നമുക്കിങ്ങനെ ട്രിങ്കർ ഡിഷ് എന്നും പറയാൻ പറ്റില്ല, പിന്നെ സ്റ്റോറേജ് ബോക്സ് എന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോറേജ് ബോക്സ് എന്ന് പറയാം. ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും കാലൊക്കെ എണ്ണ കറണ്ട് അങ്ങ് പോയി. പക്ഷെ പ്രശ്നമില്ല, നമ്മുടെ എമർജൻസി ലാമ്പ് ഉണ്ട്. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഈ ഒരു വെളിച്ചത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമ്മൾ ആ കിടക്കയുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കംഫർട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് ബ്ലാങ്കറ്റ് എന്ന് പറയാം തൽക്കാലത്തിൽ. ആദ്യം ഒരു കഷ്ണം ക്ലേ എടുത്തിട്ട് സ്ക്വയർ ആയിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് ക്ലേ എടുത്ത് പിന്നെ അത് ഉരുട്ടി സ്ട്രിപ്പ് പോലെ ആക്കിയിട്ട് അത് ക്രിസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാങ്കറ്റിന്റെ പണി കഴിഞ്ഞു. അവസാനമായപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ ഒന്നും അല്ല വന്നേ, കാരണം ഇത് പറയുന്ന പോലെ എളുപ്പമല്ല. ഇതിലിപ്പോ പ്രത്യേകിച്ച് കുറച്ചുകൂടെ വലിയ പണി വരുന്നത് ഈ കംഫർട്ടറിന് മാത്രമാണ്. ഇത് നമ്മൾ അതിന്റെ ലിഡ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഒരു കിടക്കാന്ന് തോന്നിക്കണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? പില്ലോ വേണം. പില്ലോയും പേപ്പറിൽ അളവെടുത്തിട്ട് തന്നെയാണ് വരച്ചത്. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സർഫസിൽ പറ്റിപ്പിടിച്ചതൊക്കെ പറിച്ചു കളയുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ സംഭവം കിടക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അതിന്റെ ബേസ് അത്യാവശ്യം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഞങ്ങൾ പരത്തിയെടുത്ത ബേസ്. ഇതിന് അത്യാവശ്യം കട്ടി കുറവാണ്, പക്ഷെ പ്രശ്നമില്ലാതെ സ്റ്റേബിൾ ആയിരുന്നു. ക്ലേ പിച്ചെടുത്ത് മടുത്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു നൂലിനെ കൊണ്ട് നല്ല ഇസ്റ്റിക്കായിട്ട് മുറിച്ചെടുത്തു. അതെത്താണ്ടായപ്പോ പിന്നെയും കുറച്ചും കൂടി എടുത്തു. ക്ലേ ഉണങ്ങിയിട്ടാണെങ്കിലും പെയിന്റ് അടിച്ചിട്ടൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മളിവിടെ പെയിന്റ് ക്ലേയുടെ കൂടെ തന്നെ മിക്സ് ചെയ്യുന്നത്, കാരണം അതാണ് കുറച്ചുകൂടെ എളുപ്പം. ആ പില്ലോ വെക്കുന്ന ഭാഗം കുറച്ചുകൂടെ പൊക്കി വെക്കണം, കാരണം പില്ലോ വെക്കുന്ന ഭാഗത്തിന്റെ ഹൈറ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റോറേജ് ബോക്സിന്റെ ഡെപ്ത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയ പണിയാണ് ഈ സൈഡൊക്കെ അളന്ന് അതുപോലെ തന്നെ പരത്തിയെടുക്കും. കുറെ ക്ലേ എടുത്ത് കുഴച്ചിട്ട് എത്തിയില്ല, ലാസ്റ്റ് പിന്നെയും കുറച്ചുകൂടെ ക്ലേ എടുത്തിട്ട് പിന്നെയും ക്ലേ എടുത്ത് കഴിഞ്ഞാൽ പിന്നെയും അതിനകത്ത് കളർ ആഡ് ചെയ്യണം, മിക്സ് ചെയ്യണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പണിയാണ്. നമ്മൾ ആ പില്ലോ വെക്കാൻ വേണ്ടി ഒട്ടിച്ച സാധനം കുറച്ചുകൂടെ മേലോട്ട് ഒട്ടിച്ച് പോയോണ്ട് തന്നെ അതിനെ ഇപ്പൊ പറിച്ച് വേറെ ഒട്ടി. ഇനി ബാക്കിയുള്ള 3 സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് 3 തിൻ സ്ട്രിപ്സ് ഉണ്ടാക്കി എടുക്കണം. അധികം കട്ടി കൂട്ടണ്ട, എന്നാലും കുറച്ച് കട്ടി നല്ലതായിരിക്കും. ഗ്ലൂ ഇടുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത പോലെ അടിയിലിടരുത്, സൈഡിലാണ് ഇടുന്നത്. എക്സസ് ആയിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാ. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അടി വെക്കുന്ന സാധനം കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് സെറ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും രാത്രി കിടക്കാൻ സമയമായി. മാത്രമല്ല നാളെ മാത്രമേ തുടങ്ങി കിട്ടൂ. അപ്പൊ പെയിന്റ് അടിച്ചിട്ട് ഇനി അടുത്ത വീഡിയോയിലോ അതിന്റെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം.